പോകുമ്പോ റെഡ് പൈനും ഫുൾ ഓടായിരിക്കും. കപ്പൽ താഴ്ന്നു കിടക്കുന്നതാണ് അപ്പുറത്തെ കപ്പല്. ഇത്രയും ഇനിയും താഴാനുണ്ട്. ഒരു കയറ്റിക്കൊണ്ടിരിക്കണ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവര്. അത് ഫുള്ള് ലോഡ് ചെയ്ത് കഴിഞ്ഞു. ലോഡ് ചെയ്യുമ്പോ ആ റെഡ് ലൈൻ വരെ താഴും. ആ റെഡ് ലൈൻ വരെ കപ്പല് താഴും. അതിനപ്പുറത്തേക്ക് കപ്പല് താഴൂല. താഴ്ന്നു കഴിഞ്ഞാൽ ചിലപ്പോ കപ്പല് മുങ്ങണം. ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. അവിടെ കാണുന്ന സാധനല്ലേ, അതാണ് മറ്റേ എന്ത് ഇവിടെ കാണുന്ന സാധനല്ലേ, കുളത്ത് അതാണ് നങ്കൂരയുടെ അല്ലേ. നങ്കൂരയുടെ പറഞ്ഞാൽ ഈ സാധനം നിലത്തിക്കിട. ഈ കപ്പല് റെഡ് താഴും. അതിനപ്പുറത്തെ കപ്പലും താഴില്ല. അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഇതല്ലേ ഫ്രണ്ടിൽ കിടക്കണ കപ്പലിന്റെ ഫ്രണ്ടിൽ കിടക്കണ ഇതുണ്ടോ? ഓരോരോ കമ്പനിയാണ്. കപ്പല് വല്ല കംപ്ലൈന്റ് ആവുകയൊക്കെ ചെയ്യില്ല. കംപ്ലൈന്റ് ആവൂല. കപ്പൽ ഒരു കംപ്ലൈന്റ് ആവുമ്പോ കപ്പല് കടലിൽ വെച്ചൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ചിലപ്പോ എന്തെങ്കിലും ബൈ ചാൻസ് വല്ല സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ 2.5 ലക്ഷം ആദ്യം ഇട്ടിട്ട് കപ്പൽ സ്റ്റേജ് ചെയ്ത് നിർത്തണം. ആങ്കർ എന്ന് പറയും. അവിടെ മുന്നിൽ 2 സൈഡിലുണ്ട്. എവിടെയെങ്കിലൊക്കെ കപ്പൽ നിർത്തിയിടുന്നുണ്ടെങ്കിൽ അത് കടലിൽ ഇറക്കിയിടും. അപ്പൊ അവിടെ കപ്പൽ നിൽക്കും. അത് കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടൂല. അതിന്റെ കനം കൊണ്ട് വലിയ ഡീസൽ കയറ്റാണ്. ലോറിയിൽ കയറ്റിയ ലോറിയല്ല ഇത് ഫുൾ ലോഡാണ് അല്ലേ? നങ്കൂരം. അവിടുന്ന് നമ്മളത്ര ചെറുതായിട്ട് അത് കണ്ടേ. ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. ചെന്നൈൻ്റെ ആണിത്. ചെന്നൈ പോർട്ടാണ് അതോ മണാലി? ഡോൾഫിൻ സെന്റർ മോർണിംഗ് ടൈമിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഫയറായിട്ട് കയറ്റുമ്പോഴും ആളുകൾ ചോദിക്കും ഡോൾഫിനൊക്കെ. നമുക്കത് മോർണിംഗ് ടൈമിൽ ഇഷ്ടമാതിരി കാണാൻ പറ്റും. ഇഷ്ടമാതിരി അവിടെ ഇവിടെ നോക്കിയൊരു സാധനമായിരിക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവർ വിശ്വസിക്കില്ല. നമുക്കാണെങ്കിൽ ഫോട്ടോ ഉണ്ടായിരുന്നു.